എവിടെ കൊണ്ടിട്ട് ഒന്നോ ഇപ്പൊ മക്കളെ ഇന്ന് മുത്തശ്ശിയെ കുട്ടികളെ നിർബന്ധം കൊണ്ടേ കുറച്ച് കുവ്വ വരകിയതുണ്ടാക്കി. നല്ല തണുപ്പും മഞ്ഞൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പം നമുക്ക് നന്നായി കഴിക്കാം, ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് ലൂസാക്കി ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ നാളികേരം പഴം നുറുക്കിയതൊക്കെ ഇട്ടിട്ടുണ്ട്. കുവ്വ വരകിയത് കാണുമ്പോഴേ തിരുവാതിരക്കാലായില്ലേന്നാ ഓർമ്മ വരിക. തിരുവാതിരയായി, ജനുവരി 3-ാം തീയതിയാണ്. പിന്നെന്താ കുറച്ച് കിഴങ്ങ് കൊണ്ടുവച്ചിട്ടുണ്ടായി, നാളെ പണിയെടുക്കാണ്ട്. കുവ്വക്കിഴങ്ങ് പ്രാവശ്യം വരവ് കുറവാത്രേ കടയിലൊക്കെ. നല്ല വിലയുണ്ട്, 80 ഉറുപ്പ്യ 100 ഉറുപ്പ്യൊക്കെ കിലോന് പറയണത്. അപ്പം എന്തായാലും ഒരു 10 കിലോ വാങ്ങി. കൂവ വരക്കിയത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെ ഫ്ലാറ്റാണ് കേട്ടോ. നല്ല സ്വാദല്ലേ ഈ ഒരു മഞ്ഞുകാലത്ത്. ശരിക്കും തണുപ്പിന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയൂത്രേ, കാരണം ഇത് ഉള്ളിലേക്കും നല്ല തണുപ്പാണ് ഇത്ര. കൂവയും പപ്പടവും ഇതാണ് മുത്തശ്ശി ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അതെ, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എന്തായാലും. ചൂടുണ്ടല്ലേ? ചൂടുണ്ട്. പൊള്ളിയോ? ഇല്ലേ, പൊള്ളിയിട്ടൊന്നുമില്ല. മുത്തശ്ശിക്ക് അങ്ങനത്തെ ഒരു ചൂടിനോട് ഈ പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എടുത്തോർ അമ്പലത്തിലേ എല്ലാ വ്യാഴാഴ്ചയും പായസം ഞാനും ബീനി മാത്രം നല്ലോണം ചൂടോടെ കഴിക്കും. ചൂടോടെ ഊതി ഊതി കുടിക്കാൻ നല്ലതെന്നൊക്കെ പറയണ്ടേ ബീന. മറ്റേ പണ്ട് സിനിമയിൽ പറയില്ലേ, ഗുപ്തന്റെ ചായ ഊതി ഊതി കുടിക്കാനാ ഇഷ്ടം. അതേപോലെ മുത്തശ്ശി വേറെ ഗുപ്തിയാണ്. അത് എൻ്റെ അമ്മ അതിലേറെയായിരുന്നു. അതുകൊണ്ട് അന്നൊക്കെ പശുവിനെ കറന്നിട്ട് പാലുണ്ടോണ്ടിയാ തിളപ്പിക്കുക, ചായ അന്നൊക്കെ പിച്ചള ഗ്ലാസ്സാണ്, പിച്ചള ഓട് ഗ്ലാസ്. ഗ്ലൂട്ട് അടിക്കാൻ പോണ സമയത്ത് ഞാനൊന്ന് ഷോപ്പിംഗ് മാർക്കറ്റ് കയറിയിട്ട് സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് ഞാൻ 2-3 സാധനങ്ങളൊക്കെ വാങ്ങാൻ നോക്കുമ്പോൾ ദേ ഇവിടെ കുട്ടി സാൻഡ് ഇരിക്കണം കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്രോഡ്വേയിലൊക്കെ പോയപ്പോൾ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസം അതിനെ കാണാൻ വേണ്ടിയിട്ട്. 1000 രൂപയാണ് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കോട്ട് സെറ്റിന് വെറും 450 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, റയോൺ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെസ്റ്റിൻ്റെ പോർഷനിലും. അതുപോലെ തന്നെ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. നല്ല രസമാണ് കാണാൻ. നിങ്ങൾ എന്തായാലും ഇത് പർച്ചേസ് ചെയ്തേക്കൂ. ആനക്കുട്ടിയുടെ പ്രിൻ്റാണ്. റൈറ്റ് സൈഡിൽ മേലെ ഞാൻ ലിങ്ക് ടാഗ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിന് വിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ, കഴിഞ്ഞില്ലേ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.